സാക്കിയയിൽ എങ്ങനെയാണ് റൂട്ട് കോസ് അപ്രോച്ച് ചെയ്യുന്നത്? ഓക്കെ, റൂട്ട് കോസ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖമുണ്ട്, അത് എന്തുകൊണ്ടുണ്ടായി എന്നത് നമുക്ക് എന്താ പറയുക മാക്സിമം ഡിഗ് ഔട്ട് ചെയ്യാൻ പോകുന്ന ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾക്ക് അസുഖമുണ്ട്, എന്താണ് അതിൻ്റെ ആക്ച്വൽ റൂട്ട് കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ച്വൽ കാരണം എന്താണെന്നുള്ളത്. അതായത് നമ്മൾ അതിന് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അവരുടെ സിംറ്റംസ് നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്യും. ആ സിംറ്റംസ് ചാർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിംറ്റംസിനെ നമ്മൾ ഡിഫറെൻറ്റ് ബോഡി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്യും. അതായത് ഡൈജസ്റ്റീവ് സിംറ്റംസിനെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ടും റിലേറ്റ് ചെയ്യും. അതിനെ നമ്മൾ വേറെ ഏതെങ്കിലും സിസ്റ്റമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈലിനെ അനലൈസ് ചെയ്യും. അവരുടെ ഡയറ്റ് എങ്ങനെയാണ്, എപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട്, എങ്ങനെ കഴിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റി, സ്ട്രെസ് ലെവൽസ്, സ്ലീപ്പ്, അവരുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സിനെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കും. അതേപോലെ തന്നെ നമ്മൾ അവരുടെ ബയോകെമിസ്ട്രി, എക്സ്പെഷ്യലി റൂട്ട് കോസിലേക്ക് വരുമ്പോൾ നമ്മൾ ചില ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കും, ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസ് നോക്കും, അവരുടെ ഓക്സിഡേറ്റീവ് സ്റ്റാറ്റസ് നോക്കും. ഇങ്ങനെയുള്ള അവരുടെ എന്താ പറയുക ബയോകെമിക്കൽ ആംഗിളിൽ അവർ എത്രത്തോളം ഒപ്റ്റിമലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നോക്കും. ഈ ഇൻഫർമേഷൻസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഷ്യൻ്റ് ഫൈബർ കഴിക്കാത്ത പേഷ്യൻ്റ്, അതായത് നമുക്ക് മനുഷ്യനൊരു 40 to 50 grams ഓഫ് ഫൈബർ പെർ ഡേ വേണം. പക്ഷേ ആ ഫൈബർ കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പറയുക അവർക്ക് കോൺസ്റ്റിപ്പേഷന് എന്തെങ്കിലും ഒരു മെഡിസിനോ സിറപ്പോ കൊടുക്കുന്നതിന് പകരം അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ ആവശ്യത്തിന് ഫൈബർ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കണ്ടീഷൻ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ? അതേപോലെ എല്ലാ അസുഖത്തിനും, എല്ലാ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾക്കും ഇതേപോലെ തന്നെ പല റൂട്ട് കോസുകളുണ്ട്. അന്നേരം ആ റൂട്ട് കോസുകളെ നമുക്ക് കൃത്യമായിട്ട് ചാർട്ട് ഔട്ട് ചെയ്തിട്ട് ആ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അന്നേരം അത് അവർ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 70% ഇംപ്ലിമെൻറ്റ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം വരും. പിന്നെ ഓൺ എ ബയോകെമിക്കൽ സെൻസ് ഇപ്പം ചിലപ്പം ചില ഡെഫിഷ്യൻസീസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില പാത്വേസ് ശരിക്കും നടക്കുന്നുണ്ടാവില്ല. ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറോപ്പതിക്കാർ ഒരുപാട് എഴുതുന്നൊരു സപ്ലിമെൻ്റാണ് omega-3 എന്ന് പറയുന്നത്. അന്നേരം കഴിഞ്ഞ ഇടയ്ക്ക് ആരോ ഒരു അലോപ്പതി ഡോക്ടർ ഫണ്ട് ആക്കുന്നതും കണ്ടു. അതായത് എവിടെ പോയാലും omega-3 ആണെന്ന് പറഞ്ഞിട്ട്. ഇതിനകത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെയും മേജർ റൂട്ട് കോസ് ആണ് ബയോകെമിക്കൽ സെൻസിലേക്ക് വരുമ്പം അത് ഇൻഫ്ലമേഷനാണ്. ഓക്കെ, ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവൻ ഇന്ന് ആൻറ്റി ഇൻഫ്ലമേറ്ററി കഴിച്ചാൽ ഇന്ന് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ, പക്ഷേ ഒരു omega-3 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൺ ഓഫ് ദ എന്താ പറയുക മോസ്റ്റ് റിസർച്ച്ഡും എവിഡൻസ് ബേസ്ഡും ആയിട്ടുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂളാണ് omega-3 അല്ലെ ഫിഷിലുള്ള omega-3 എന്ന് പറയുന്ന ഫാറ്റി ആസിഡ്സ്. അന്നേരം അത് ഈ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ് എല്ലാം ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട്. നാച്ചുറൽ ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്, വിത്തൗട്ട് എനി സൈഡ് എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആണ്. അവർക്ക് ഡയറ്റിലും ബാക്കിയുള്ള ഇതിലും അത് ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അന്നേരം റൂട്ട് കോസ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താ പറയുക നമ്മൾ സാക്കിയിലും നാച്ചുറോപ്പതിയിലും മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ.